വിഷയം ഇസ്ലാമിലെ ആരോഗ്യശാസ്ത്രം. ഇസ്ലാമിലെ ആരോഗ്യശാസ്ത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ മുത്താലിം സുഹൃത്തുക്കൾ, എനിക്കിവിടെ കിട്ടിയ വിഷയം ഇസ്ലാമിക ആരോഗ്യശാസ്ത്രമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി അളീമത്താനി മഖ്ബൂലുൻ ഫീമാ കസീറുൻ മിനൻ നാസ്. ശരീരവും വസ്ത്രവും നമസ്കരിക്കുന്ന സ്ഥലവും അഴുക്കുകളിൽ നിന്ന് മുക്തമാവുകയും നിസ്കാരം ശരിയാവുകയില്ല. ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിൽ ഒരുപാട് പാഠങ്ങൾ ഹദീസിലും വന്നിട്ടുണ്ട്. നബിതങ്ങൾ പറയുന്നു, എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ 5 നേരവും പല്ല് തേക്കാനും നിസ്കരിക്കാനും നിർബന്ധമാക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ വരികയുണ്ടായി. അതിൽ നിന്ന് ഒരാൾ നബിതങ്ങളോട് പറഞ്ഞു, ഉറക്കമില്ലാതെ നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ സ്വഹാബി നബിതങ്ങളോട് പറഞ്ഞു, മുഴുവൻ നേരമായും ഞാൻ നോമ്പ് നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്വഹാബി പറയുകയുണ്ടായി, ഞാൻ വിവാഹം ഉപേക്ഷിച്ച് ജീവൻ നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതറിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, അറിയുക, അള്ളാഹുവിനെ ഞാൻ നിങ്ങളെക്കാൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും തെക്കുള്ളവനുമാണ്. എന്നിട്ടും ഞാൻ നോമ്പെടുക്കുന്നു, നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു, വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അതിന് എൻ്റെ ചര്യ വിട്ടു പോകുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു. ആരോഗ്യത്തിന് ഹാനികരമായ ലഹരി ഉപയോഗിക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം തങ്ങൾ പറയുന്നു, പല്ല് തേക്കൽ ആരോഗ്യത്തിനെ വൃത്തിയാക്കുകയും രക്ഷിതാക്കളുടെ തൃപ്തിയുള്ളതുമാണ്. ഇസ്ലാമിക ദർശനങ്ങളാദ്യം ഇസ്ലാമിക ദർശനശാസ്ത്രത്തിലുള്ള ആദ്യം പറയുന്നുണ്ട്, വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും തിരിച്ചുണ്ട്. അതിനെ നിന്ന് തന്നെ നമുക്ക് ഇസ്ലാം സംരക്ഷണത്തിന് പ്രാധാന്യം ശ്രമിക്കും.